T20 ഒതുങ്ങും വൈഭവമെന്ന് വിധിയെഴുതിയവർ ലങ്കൻ തീരത്തെ ഈ നിറഞ്ഞാട്ടം കാണുക. ഏത് ഫോർമാറ്റും സാങ്കേതിക തികവിനപ്പുറം ബാറ്റെടുത്താൽ അവന് ഒരേ ഒരു മനോഭാവം മാത്രം. ഇത് IPL അല്ല, ലങ്കൻ മണ്ണാണെന്ന് വൈഭവിനോട് ആക്രോശിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കരുതിയത്? പരാജിതനായ മുഖഭാവത്തിൽ അന്ന് ആ 15-കാരൻ തിരിച്ചു നടന്നു. എന്നാൽ പക്വതയുറയ്ക്കും മുൻപ് ഒരു മധുര പ്രതികാരത്തിന്റെ കനൽ അവനുള്ളിൽ നിറഞ്ഞു. ത്രിരാഷ്ട്ര ടൂർണമെന്റിന്റെ ഫൈനൽ പോര്. ലോകം അവനെ അത്ഭുതത്തിന്റെ മുഹൂർത്തങ്ങളിൽ ചേർത്തുവെച്ചെങ്കിൽ അത് വെറുതെയല്ലെന്ന് ലങ്കയിന്നറിഞ്ഞു. ഷിറാസെറിഞ്ഞ ആദ്യ പന്ത് അതിർത്തി കടത്തിയതിൽ ഒന്ന് വ്യക്തമായിരുന്നു: ചില കണക്കുകൾ മൈതാനത്ത് തീർക്കാതെ കടന്നുപോയ കാലം ഇന്ത്യക്കില്ലല്ലോ. അതാ 15-കാരനും നന്നായി അറിയാം. പിന്നെ നടന്നത് ലങ്കയുടെ ചിന്തകളിൽ തെളിയാത്തതാണ്. ദാംബുള്ള സ്റ്റേഡിയത്തിൽ കണ്ടത് സിക്സറുകൾ കൊണ്ടൊരു ലങ്കാദഹനം. ഏകദിന ഫോർമാറ്റിൽ കുട്ടി ക്രിക്കറ്റിന്റെ വേഗതയും കടന്ന അവിശ്വസനീയ ബാറ്റിംഗ് വിരുന്ന്. ലങ്കയ്ക്ക് മുന്നിൽ ഒരു 15-കാരൻ തീർത്ത ക്രിക്കറ്റ് വിസ്ഫോടനം. വെറും 11 പന്തുകളിൽ അർദ്ധശതകം തൊട്ട് ചരിത്രം തിരുത്തിയെഴുതിയ വൈഭവ് പുച്ഛിച്ച് തള്ളിയവർക്ക് മുന്നിൽ തലയുയർത്തി നിന്നു. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ചരിത്രം അവന് മുന്നിൽ ഒരു നിമിഷം തലകുനിച്ചു. ഓവർ 7 പിന്നിടുമ്പോൾ ഇന്ത്യൻ സ്കോർ ശതകവും കടന്ന് മുന്നോട്ട്. പവർ പ്ലേയിൽ വൈഭവിനെ വീഴ്ത്താൻ ലങ്കൻ തന്ത്രങ്ങൾ മാറി മാറി വന്നു. പക്ഷേ അവർ പറഞ്ഞ IPL വേദിയിൽ പോലും കാണാത്ത സിക്സർ പൂരമാണ് ലങ്കൻ മണ്ണിൽ സൂര്യവംശിയിൽ കണ്ടത്. അടിമുടി ആവേശം നിറച്ച് തനത് ശൈലിയിൽ വീണ്ടും ഒരു വൈഭവ വിസ്മയം. 10 ബൗണ്ടറികൾ, 8 പടുകൂറ്റൻ സിക്സറുകൾ, വെറും 29 പന്തുകളിൽ ആ 94. അർഹിച്ച ശതകം ബാക്കി വെച്ച് വൈഭവ് മടങ്ങിയെങ്കിലും ഒരിക്കലും മായാത്തൊരു നോവായി ലങ്കയ്ക്ക് മുന്നിൽ ഒരു 15-കാരൻ നെയ്തെടുത്ത ചരിത്രം ബാക്കിയാകും. ഭയമില്ലാത്തവന് നേരെ വെല്ലുവിളി പാടില്ലെന്നാണ്. പ്രത്യേകിച്ച് പന്തെറിയുന്നവന്റെ ഭൂതകാലത്തെ ചികഞ്ഞ് പരിചയമില്ലാത്തവനോട്. ഏകദിന ഫോർമാറ്റിലും തനത് ശൈലിയിൽ ഭാവി പ്രതീക്ഷകൾ അവൻ വാർത്തെടുക്കുകയാണ്. IPL പ്രൊഡക്റ്റ് എന്ന് മുദ്ര ചാർത്തിയവർ ഒന്നറിയണം. അവരതിർത്തി കടത്തിയ അധികായരുടെ പേരുകൾ ഒന്ന് തിരഞ്ഞു നോക്കുക. അതിലുണ്ട് ഭാവിയും പ്രതീക്ഷയും നിറഞ്ഞൊരു വൈഭവകാലം.